ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് എന്ന് പറഞ്ഞ നമ്മുടെ സബ്ജക്റ്റാണ്. ബാങ്കിങ് അതിൽ ഹു ഈസ് കസ്റ്റമർ, റിലേഷൻസ്, ഡ്യൂട്ടീസ് ഓഫ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റൈറ്റ്സ് ഓഫ് എ ബാങ്ക്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ചെക്സ് അല്ലേ. ചെക്ക് നമുക്കറിയാം, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും പോകുന്നതും പെരുമാറുന്നതും നമ്മളെ കയ്യിലെ ക്യാഷും ബാങ്കിലൊക്കെ, അതായത് എപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചൊരു സംഭവമാണ് ക്യാഷ് മണി അല്ലേ. നമ്മളെ കയ്യിലെ ക്യാഷ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, എടുക്കുന്നു, ഗൂഗിൾ പേ ചെയ്യുന്നു. എന്ത് സാധനം നമ്മൾ ഗൂഗിൾ പേ, എന്ത് സാധനം ഇപ്പം എന്താ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഇതില്ല, ഗൂഗിൾ പേ ആണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് വളരെ പ്രധാനമായ റോളാണ് എല്ലാവരുടെയും ലൈഫിലുള്ളത്. ഓക്കെ, അതിൽ ഹു ഈസ് കസ്റ്റമർ, ആരാണ് കസ്റ്റമർ, ദെൻ റിലേഷൻസ്, എന്ത് റിലേഷൻസാണ് പറയുന്നത്, കസ്റ്റമർ ആൻഡ് ബാങ്ക്, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻസ് എന്താണ്, ഡ്യൂട്ടീസ് ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ, അതൊക്കെ അറിയാത്തവരൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ സിലബസ് അനുസരിച്ച് ഡെഫിനീഷനൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ എന്തായാലും ഈ ഒരു പേപ്പർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഡെഫിനീഷൻസ്, എക്സ്പ്ലനേഷൻ, എസ്സേസ്, അങ്ങനെയുള്ള സബ് പോയിന്റുകളൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പൊതുവേ നമുക്ക് ജനറലി ഇതൊക്കെ അറിയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ്, റൈറ്റ്സ്, ബാങ്കിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സേവ് ചെയ്യാൻ എങ്ങനെ പറ്റും, ദെൻ ചെക്ക് മാറൽ എങ്ങനെയാണ്, ചെക്ക് മാറൽ എങ്ങനെയാണ്, ചെക്ക് ക്യാഷ് നമ്മൾ എങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ചെക്ക് മാറാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കിട്ടാൻ നമ്മൾ ചെക്കുമായിട്ട് ബാങ്കിൽ പോയി എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട്, ചെക്കിൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ആ ഒരു സിലബസ് ആണ് നിങ്ങളുടെ ബാങ്കിങ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ സ്ട്രക്ചർ, ഇതിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, വാട്ട് ഈസ് ബാങ്ക് എന്ന് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് ബാങ്കിങ്, റോൾ ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിങ്. കൊമേഴ്സ്യൽ ബാങ്കിങ് ആണ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, കൊമേഴ്സ്, ട്രേഡ് അല്ലേ, കച്ചവട സംബന്ധമായ കാര്യങ്ങളുള്ളതാണ് കൊമേഴ്സ്യൽ ബാങ്കിങ്. Then who is customer and relationship between banker and customer, duties of bank, types of bank, role of commercial bank, banker and customer, ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ. ഹു ഈസ് കസ്റ്റമർ അത് നമുക്ക് പഠിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഡ്യൂട്ടീസ് ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ ഡ്യൂട്ടികൾ എന്തെല്ലാമാണ്, റൈറ്റ്സ് ഓഫ് എ ബാങ്ക്, ബാങ്കിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണ്, റൈറ്റ്സ് ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ, നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഫിക്സഡ് ആണോ, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണോ, അതിൽ എത്ര കാലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതിൻ്റെതായ പ്രൊസീജിയർ, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ദെൻ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഗൂഗിൾ എക്സാമ്പിൾ നമ്മൾ ഇതില്ലേ, നമ്മളെ ATM കാർഡ് എടുത്ത് ക്യാഷ് ഇടാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ കാണി കറണ്ട് അക്കൗണ്ട് ആണോ, സേവിങ്സ് അക്കൗണ്ട് ആണോ, ദെൻ ഫിക്സഡ് ഡെപ്പോ, അങ്ങനെ പലതും ATM മെഷീൻസിൽ കുറേ ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മുടെ സിലബസ് പോലെ ഉണ്ട് അല്ലേ. ദെൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ, പിന്നെ റീകറിങ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്, ചെക്സ്, ഡ്രാഫ്റ്റ്, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ചെക്സ്, ഡ്രാഫ്റ്റ്, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ, ചെക്ക്, ഡ്രാഫ്റ്റ്, ഇതെല്ലാം ഡ്രാഫ്റ്റ് മാറുന്നതും വലിയ വലിയ ബിസിനസ് മേഖല, കൊമേഴ്സ്യൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, ചെക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ലോണ്, എല്ലാവർക്കും ബാങ്കുമായിട്ട് നോർമലി ഓർഡിനറി ജനങ്ങൾ എന്താണ് പെട്ടെന്ന് ഓടുക, ലോൺ. നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബേസിക് നീഡ്സ് നമ്മുടെ വീട്, നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ഇൻകം, അത് നമ്മൾ ലോൺ വേണം അല്ലേ, സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ലോൺ വേണം. നെക്സ്റ്റ് ദെൻ ഓവർ ഡ്രാഫ്റ്റ് എന്താണ്, ലോൺസ് എന്താണ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലിലെ ഡിസ്കൗണ്ടിങ് എന്താണ്, ദെൻ മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ്, പിന്നെ മോർട്ടേജ് എന്താണ്, അതർ ബാങ്ക് സർവീസ് എന്താണ് അല്ലേ, മറ്റുള്ള ബാങ്കുകളെ പറ്റി എന്തൊക്കെ ഉണ്ട്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലാണ്, ഇതൊരു ബാങ്കിങ്ങിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ സ്റ്റഡിങ് ദി യൂണിറ്റ് യു ഷുഡ് ഏബിൾ ടു, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു മൊത്തം സിലബസ് നമ്മൾ കവർ ചെയ്തു നമ്മൾ എന്തൊക്കെ നമ്മൾ തിരിച്ചറിയും, അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെ പര്യാപ്തമാവും. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എ ബാങ്ക്, ബാങ്ക് എന്നാൽ എന്താ, അതിൻ്റെ മീനിങ് നമ്മൾ പഠിക്കും. ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ പല ശാഖകളെ പറ്റി എല്ലാം നമ്മൾ വിശദമായി പഠിക്കും. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കേഴ്സ് ആൻഡ് കസ്റ്റമർ, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഒരു ബാങ്കറും കസ്റ്റമറും ആയിട്ടുള്ള റിലേഷൻസ് എന്താണെന്ന് പഠിക്കും. ലിസ്റ്റ് ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബാങ്ക്,
ലിസ്റ്റ് ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബാങ്ക്. അതായത് ബാങ്കിൻ്റെ ഡ്യൂട്ടീസും അവകാശങ്ങളും തമ്മിലുള്ള ലിസ്റ്റ് ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബാങ്ക്. അതായത് നമ്മൾ ബാങ്കിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ പ്രൊസീഡാ ചെയ്യൽ, ആൻഡ് ബാങ്കിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ലോണൊക്കെ അടയ്ക്കാഞ്ഞാലും അത് ചെയ്യല്ലേ, നമ്മൾ അങ്ങനെ ഡെപ്പോസിറ്റ്, പിന്നെ നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് നമുക്ക് പലിശ തരാൻ, അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനോട് പോസിറ്റീവായി തന്നെ കൊണ്ടുപോകുള്ളൂ. പിന്നെ പലിശക്ക് അടയ്ക്കാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടയ്ക്കാതെ ആകുമ്പോൾ പ്രശ്നങ്ങളാവുന്നത് അത് സ്വാഭാവികം. ബാങ്കിൻ്റെ പ്രൊസീജിയർ അങ്ങനെ തന്നെയാണ്. Then enumerate the methods of making payments through banks. Making payment എങ്ങനെ മേക്ക് ചെയ്യാം through banking. നെക്സ്റ്റ് explain the methods of advance ലോണിനെ പറ്റിയുള്ള അറിവ്. നെക്സ്റ്റ് describe the role of credit card. Credit card എന്താണ്, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. Introduction. You have already studied about all activities on facilitate the trade called trade. നമുക്കറിയാം, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ ട്രേഡ് ആർ കോൾഡ് എയ്ഡ്സ് ടു ട്രേഡ്. അപ്പോൾ നമ്മൾ ഇത്രയും ബാങ്കായിട്ടുള്ള ആക്ടിവിറ്റീസിന് മൊത്തത്തിൽ എയ്ഡ്സ് ടു ട്രേഡ് എന്നാണ് പൊതുവെ പറയാറ്. ദ ഓക്സിലറീസ് ഓഫ് ടു ട്രേഡ്, എയ്ഡ് ടു ട്രേഡ്, eliminate in hindrance and facilitate to flow goods from producer and customers. And they are classified into 5 categories. അതായത് goods from producer to കൺസ്യൂമേഴ്സ്. അതായത് ഈ ഒരു കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസിനെ പ്രധാനമായും 5 തരംതിരിച്ചിരിക്കുന്നു. എന്താണത്? Aids to trade, eliminate the hindrance and facilitate to flow goods from producer to customer. Goods flow from producers to customer. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് കസ്റ്റമേഴ്സിന്, അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കസ്റ്റമേഴ്സിലേക്ക് എത്തണം, നമുക്ക് ഉപഭോക്താവിൻ്റെ കൈകളിൽ എത്തണമെങ്കിൽ അത് 5 തരംതിരിച്ചിരിക്കുന്നു. ദ ഫസ്റ്റ് ഈസ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് മീൻസ് പരസ്യങ്ങളിലൂടെ, പത്ര ആഡ് അല്ലേ, അതായത് നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യും, ബാങ്കിങ് വഴി ഒരു നെക്സ്റ്റ് സെക്ഷൻ ബാങ്കിങ് ആണ്. നെക്സ്റ്റ് ഇൻഷുറൻസ് ആണ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ആൻഡ് വെയർ ഹൗസിംഗ് ആണ്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് അഡ്വർടൈസിങ് ഇൻ ബ്ലോക്ക് 3. യു വിൽ സ്റ്റഡി റിമൈനിങ് ഫോർ എയ്ഡ്സ് ടു ട്രേഡ് ദ ബാങ്കിങ് ഇൻ ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ ബാങ്ക്, എന്താണ് ഒരു ബാങ്ക് എന്നാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് ഇൻ മണി. അല്ലേ, ബാങ്ക് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് ഇൻ മണി. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ഡെഫിനിഷൻ ഓഫ് ബാങ്ക്. ഓക്കെ, ഇറ്റ്സ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് ഇൻ മണി. അറിയാലേ, ഈസ് an it's an institution which deals in is an institution which deals in money. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ്. എന്താണ് ബാങ്ക്? ബാങ്ക് എന്നാൽ എന്തെന്നുള്ള ഒരൊറ്റ വൺ വേർഡാണ്, ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് ഇൻ മണി. അല്ലേ, അതായത് നമ്മുടെ ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, ബാങ്ക് എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക്. ഓക്കെ, ബാങ്ക് ആക്സെപ്റ്റ് സർപ്ലസ് മണി ഫ്രം ദോസ് ഹു ആർ നോട്ട് നീഡിങ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ലെറ്റ് ടു ദോസ് ഹു നീഡ്. നമുക്ക് എന്താണോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഡീൽ ചെയ്യുന്നതും, and to surplus money and not needing it immediately and lend it those who need. ആർക്കാണോ പണം പെട്ടെന്ന് അത്യാവശ്യമായി വേണ്ടത്, ആർക്കാണോ പണം അത്യാവശ്യമായി വേണ്ടത് അവർക്ക് പെട്ടെന്ന് ക്യാഷ് എത്തിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള പെരുമാറുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, നമ്മുടെ ബാങ്ക്. Who need? Let us see the various definition of bank given by different authors of understand the main features of a bank. എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിൻ്റെ ഫീച്ചേഴ്സ്? അതായത് ബാങ്കർ ഈസ് വൺ, അതായത്
A banker is one who in the ordinary course in business honors checks drawn upon him by person from for whom receive money for current accounts. അതായത് മിസ് വായിച്ചുതരാം. A banker is one of who in the ordinary course of his business honors, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഓണേഴ്സുമായി ബന്ധപ്പെട്ട് ചെക്സ് ഡ്രോൺ അപ്പോൺ ഹിസ് ബൈ പേഴ്സൺ ഫ്രം യു ഫോർ റിസീവ്സ് മണി ഓർ കറണ്ട്. ഒക്കെ നമുക്ക് അയാൾക്ക് എപ്പോൾ അത്യാവശ്യമുള്ള കറണ്ട് അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചെക്ക് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഡീലിങ്സ് നടത്താനും ഫോർ എ ബാങ്കർ അല്ലേ, ഒരു ബാങ്കർ എന്ന നിലക്ക് ബാങ്കിൽ നിന്ന് ചെക്ക് നോക്കാനും അങ്ങനെ എല്ലാ പ്രൊസീജിയറും ആര് കൈകാര്യം, ബാങ്കർ എന്ന നിലക്ക് അയാൾ കൈകാര്യം ചെയ്യുന്നു. എ ഫങ്ഷൻ ഓഫ് റിസീവിങ് മണി ഫ്രം ഹിസ് കസ്റ്റമേഴ്സ്, അതായത് ഈ ബാങ്കിൻ്റെ ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് ക്യാഷ് ആരെ കയ്യിലെത്തുമ്പോൾ റിസീവിങ് മണി ഫ്രം ഹിസ് കസ്റ്റമേഴ്സ്, ഉപഭോക്താവിൻ്റെ കയ്യിൽ സ്വീകരിക്കുമ്പോൾ ആൻഡ് പേയിങ് ബൈ ഹിസ് ഹോണറിങ് ദെയർ ചെക്സ് ആൻഡ് ദെൻ റിക്കോർഡ് എ ഫങ്ഷൻ അബവ് ഓൾ ഫങ്ഷൻസ് വിച്ച് ഡിസ്റ്റിങ്വിഷ് ബാങ്കിങ് ബിസിനസ് ഫ്രം എനി അതർ കൈൻഡ് ഓഫ് ബിസിനസ്. മറ്റുള്ള ബിസിനസ് പോലെയല്ല മണി ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, അതായത് കസ്റ്റമേഴ്സും ബാങ്കറും അറിഞ്ഞുകൊണ്ട് സത്യസന്ധമായ ഡീലിങ്സ് ആണ് ഇതിനൊരു ആധാരം എന്ന് പറയുന്നത്. ബാങ്കിങ് മീൻസ് ദ അക്സെപ്റ്റിംഗ് ഓഫ് ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്. അല്ലേ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നിക്ഷേപം എന്ന് മലയാളത്തിൽ പറയും. ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിക്ഷേപിക്കുന്ന തുകയാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ലെൻഡിങ് ഓർ ഡെപ്പോസിറ്റ് മണി ഫ്രം പബ്ലിക് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിത്ഡ്രോവബിൾ ബൈ ചെക്ക് ബൈ ഡ്രാഫ്റ്റ് ഓവർ അതർവൈസ്. അതായത് ചെക്ക് കൊണ്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ വിത്ഡ്രോ ചെയ്യാം, അതായത് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ATM കാർഡ് വഴി എടുക്കാൻ പറ്റും, ചെക്ക് വഴി എഴുതി എടുക്കാൻ പറ്റും, ഡ്രാഫ്റ്റ് വഴി മെയിൽ ചെയ്ത് അവർക്ക് അപ്പുറത്ത് പോയി വാങ്ങാൻ പറ്റും. ആൻഡ് അങ്ങനെ അതർവൈസ് പല രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്ത മണി ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കാൻ പറ്റും. No person or body corporate or otherwise can be banker who does not like deposit account, take current accounts, issue, pay checks and collect checks and proceed the unclose for his customers. If you through the above definition of bank, you will notice that what is bank? Okay, accepted deposit money of essential function നമ്മൾ പറഞ്ഞു. Next, from above discussion we identify the distinguished features of bank of follows: acceptance of deposit of money from the public, profit employment such fines, obligation or refund deposit demand, lending, investment money and banking the main business. Okay, obligation, refund deposit or demand and from above discussion നമ്മൾ മുകളിൽ above discussion മുകളിൽ നമ്മൾ പറഞ്ഞ ബാങ്കിങ്ങും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് ചെക്ക് പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് വിത്ഡ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഐഡൻറ്റിഫൈ ദ ഡിസ്റ്റിങ്വിഷ് ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്, അതായത് ബാങ്കിൻ്റെ പ്രത്യേക തരം, അതായത് നമുക്ക് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്ന ചില പ്രത്യേകമായ ബാധകമായ, അതായത് കസ്റ്റമേഴ്സിന് ബാധകമായ ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന്, acceptance of deposit of money from public and profitable employment of such funds and obligation, refund, deposit of demand, lending, investing money and banking as the main business. അല്ലേ, അവർക്ക് എന്താണ് ബാങ്കിങ് മെയിൻ ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ടൈപ്സ് ഓഫ് ബാങ്ക്, എന്തൊക്കെ തരം ടൈപ്സ് ബാങ്കുകളാണുള്ളത് നോക്കാം. കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. The different institution we conduct other operation different manner on the business function, we can classify the bank as follows. നമുക്ക് follow commercial bank. Commercial bank, first is commercial bank, second is cooperative bank. അല്ലേ, the first is commercial bank and second is cooperative bank. There is two type of bank in our കൺട്രി അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് രണ്ട് തരം ബാങ്കിങ് ആണുള്ളത്, കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ ബാങ്കിലും അവർക്ക് നമ്മളെ ബാങ്കർ എന്ന് പറയുന്ന ഒരാളെ ഇത് ഡീൽ ചെയ്യുന്നത് ചെക്സ്, അത് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ്, നമ്മൾ പറഞ്ഞതാണ് റൂൾസ് കസ്റ്റഡ് റിലേഷൻ ഡ്യൂട്ടീസ് ഓഫ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ നമുക്ക് ചെക്കായിട്ടും ഡ്രാഫ്റ്റ് ആയിട്ടും നമുക്ക് എങ്ങനെ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബാങ്കറാണെന്ന് പറഞ്ഞു. റൈറ്റ്സ് ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ റൈറ്റ്സ്, ദെൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ചെക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു.